ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ബോഡി കണ്ടീഷനിങ് ആണ്. ആയോധന കല എന്നുള്ളത് ഒരു വിത്താണെന്ന് കരുതിയാൽ നമ്മൾ അതിനെ സാധാരണ ഒരു നിലത്തിടുന്നതും അതുപോലെ തന്നെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തയ്യാറാക്കിയ ഒരു ഭൂമിയിൽ ഇടുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം കിട്ടുന്നത് അതുപോലെയാണ്. അത് കണക്ക് തന്നെയാണ് നമ്മൾ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ കുങ്ഫു അല്ല ഏതൊരു മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്താലും നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കുകൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടെക്നിക്ക് ചെയ്യാം. കാല് കുറച്ചൊന്ന് വൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈകൾ ഇതുപോലെ ഫ്ലോറിൽ കുറച്ച് മുന്നിലായിട്ട് ഇത്രയും ഒരു ഡിസ്റ്റൻസ് കിട്ടുന്ന വിധത്തിൽ കൈ ഇതുപോലെ ഒന്ന് വെക്കുക. ഇവിടെ ഒന്ന് ബോഡി വെയിറ്റ് നമ്മുടെ കയ്യിലേക്ക് മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ബോഡി വെയിറ്റ് കുറച്ചുകൂടി ഇതിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീലൊന്ന് റേസ് ചെയ്തിട്ട് ഇതുപോലെ ബോഡി മുന്നിലേക്കൊന്ന് ചരിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കയ്യിലേക്ക് കുറച്ചും കൂടി ലോഡ് നമുക്കറിയാൻ പറ്റും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം കയ്യിലേക്ക് കുറച്ച് സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ അടുത്ത സ്റ്റേജ് ചെയ്യേണ്ടത് കുറച്ചുകൂടി ലെഗൊന്ന് വൈഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ കുറച്ചുകൂടി ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഇനി കയ്യിലേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് ലോഡ് അത്യാവശ്യം വരുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ കൈ ഒരല്പം കൂടി ബാക്കിലേക്ക് എടുക്കുക. കാലിൻ്റെ അടുത്തേക്ക് വരുന്ന ഇതിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെയാണ് വെച്ചത്, കുറച്ചും കൂടി ഇങ്ങോട്ട് വരിക. ഇനി ഇവിടെ നിന്ന് തല താഴേക്ക് കൈയിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോരുക. ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. ഇനി തല ഇതിൻ്റെ ഉള്ളിൽ കൂടി നേരെ താഴേക്ക് ഇതുപോലെ ബാക്ക് സൈഡിലേക്കാണ് ഈ ഒരു ടേൺ കിട്ടുന്നത്. കഴുത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇതിന് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കണ്ട. ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് തല മാക്സിമം താഴേക്ക് പോരുന്നതിനോടൊപ്പം നിങ്ങൾ ഹീലൊന്ന് റേസ് ചെയ്ത് കൊടുക്കുക. ഹീല് റേസ് ചെയ്തിട്ട് ടോയിലേക്ക് വെയിറ്റ് വരുമ്പോൾ ഓൾറെഡി നമ്മുടെ ബോഡി വെയിറ്റ് നേരെ ഇപ്പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ തയ്യാറെടുപ്പൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ടൊരു റോളായിട്ട് വരും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണത്. നമ്മുടെ ബോഡി വെയിറ്റ് ഇപ്പുറത്തേക്ക് മാറിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചുറി ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തല താഴെ ടച്ച് ചെയ്ത് പരിക്കില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം കയ്യിലേക്ക് നമ്മൾ ലോഡ് കൊടുത്ത് നോക്കും. അപ്പം നമ്മുടെ ബോഡി വെയിറ്റ് കുറച്ചുകൂടി കയ്യിലേക്ക് വരുമ്പോൾ തല നമുക്ക് ഫ്ലോറിലേക്ക് അധികം ടച്ച് ആവില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചെയ്തു ഇതുപോലെ വന്ന് കൈ താഴേക്ക് കുത്തി പിന്നെ ഇവിടുന്ന് തല ഉള്ളിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ബോഡി വെയിറ്റ് നമ്മൾ പതിയെ ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കുക. ഉണ്ട് ടോയിലേക്ക് വരിക, ഹീലൊന്ന് റൈസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് കയ്യിലേക്ക് നല്ല ലോഡ് കൊടുത്തുകൊണ്ട് തല താഴേക്ക് വരിക. ആദ്യം ചെയ്യുമ്പോൾ തല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുട്ടിയാലും കുഴപ്പമില്ല, തല ചെറിയ സപ്പോർട്ട് കൊടുക്കുക. നിങ്ങളുടെ കൈക്ക് പവർ കൂടുന്തോറും തല ടച്ച് ചെയ്യാതെ ഇവിടെ വരുന്ന സമയത്ത് തല ടച്ച് ചെയ്യാതെ ഈ കാല് ഇതുപോലെ ഒരു ആക്ഷൻ അവിടെ നിന്ന് എടുക്കുക. കയ്യിലേക്ക് ഒരുമിച്ച് ലോഡ് കയ്യിലേക്ക് കൊടുക്കുക, തല ഉള്ളിലേക്ക് വിടുക, അതേ സമയത്ത് തന്നെ കാലിൻ്റെ ആക്ഷൻ എടുക്കുക. ഇത് മൂന്നും കൂടി ഒരേ സമയത്ത് ചെയ്യുമ്പോഴാണ് ഈ ഒരു റോളിലേക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഈ കൈയിലേക്ക് ടച്ച് ചെയ്തിട്ട് ബോഡി വെയിറ്റ് ഒന്ന് പുഷ് ചെയ്ത് ഉയർന്ന് നിൽക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ലെഗ് ഇതുപോലെ വെക്കുക, കൈ താഴെ ടച്ച് ചെയ്യുക. ഈ ഒരു ആക്ഷനാണ് കയ്യിലേക്ക്, ഇത്രയും ലോഡാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഈ ഒരു ആക്ഷൻ. അപ്പോൾ അത് നമ്മൾ അത്രയും ജമ്പ് ചെയ്യാതെ തന്നെ അതേ സമയത്ത് തന്നെ തല ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈമിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് ഒരുമിച്ച് തന്നെ ഒറ്റ ടൈമിൽ തന്നെ ഇവിടെ വരുമ്പോൾ ഈ വരുന്ന റോളിൽ ഈ വരുന്ന ആക്ഷനോട് കൂടി തന്നെ കൈ ഇവിടെ ടച്ച് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ ഇത് റൈസ് ചെയ്യാണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വരുന്ന മൂമെൻറ്റിൽ ഇവിടെ വരുമ്പോൾ തന്നെ ഇതുപോലെ വരും. ഇനി ഈ ചെയ്ത കാര്യം തന്നെ നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും.
നമ്മൾ വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കൈ ആദ്യം ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് പതിയെ താഴേക്ക് വരിക. തിരിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചു പോകാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നിക്ക് കൂടി ചെയ്യാം. ഒരു സ്റ്റെപ്പ് ഇതുപോലെ മുന്നിലേക്ക് വെക്കുക. പുറകിലിരിക്കുന്ന കാല് ഒന്ന് മടക്കുക. മുട്ടുകാലൊന്ന് മടക്കിയിട്ട് മടക്കുന്നതിനോടൊപ്പം കൈ ഒന്ന് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെക്കുക. ഇവിടുന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് കൈയുടെ സപ്പോർട്ടോടുകൂടി ഇതുപോലെ ഒന്ന് ഇരിക്കുക. കാല് മുന്നിലേക്ക് വെക്കുക. ബാക്കിലെ കാല് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കാലൊന്ന് ബെൻഡ് ചെയ്തുകൊണ്ട് കൈ രണ്ട് സൈഡിലേക്കും വെക്കുക. ഇവിടെ നിന്ന് കൈയുടെ സപ്പോർട്ടോടുകൂടി താഴേക്ക് ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇതുപോലെ കാല് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ആ വരുന്ന മൂവ്മെൻറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബോഡി ഇതുപോലെ ഒന്ന് പുറയിലേക്ക് വിടുക. തിരിച്ചു വരും. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി നമുക്ക് സ്പീഡായിട്ട് ചെയ്യാം. സ്പീഡായിട്ടും കുറച്ച് നാച്ചുറലായിട്ട് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൈയുടെ സപ്പോർട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചെയ്തത് കൈയുടെ സപ്പോർട്ടൊന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ ഈ താഴേക്ക് വീഴുന്ന സമയത്ത് ബെൻഡ് ആവുന്ന സമയത്ത് ഈ ലെഗിലേക്ക് നന്നായിട്ട് ഫോഴ്സ് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബോഡി ഫ്രണ്ടിലേക്കാണ് ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. ബോഡി ഒരിക്കലും ഇതുപോലെ ഓപ്പൺ ആയി പോകരുത്. ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കും നമ്മുടെ ബോഡിയേക്ക് മാക്സിമം നമ്മൾ മുന്നിലേക്ക് തന്നെ ഇങ്ങോട്ട് തന്നെ വരുത്താനായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടായിരിക്കും താഴേക്ക് വീഴുന്നത്. ബോഡി പുറത്തേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ നല്ല രീതിയിലുള്ള അവിടെ ശരിക്കും ഇടിച്ചു വീഴാനും പെയിൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പം ബോഡി വെച്ച് ഫ്രണ്ടിലേക്ക് തന്നെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ജസ്റ്റ് ചെയ്യണം ഇതുപോലെ. ആ പോകുന്ന ആക്ഷനിൽ നിങ്ങളുടെ ലെഗ് ഫ്രീ ആയിട്ട് വിട്ടേക്കുക. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാൻഡിങ് ബാലൻസ് കൂടി നോക്കാം. ഈ ഒരു റോള് കഴിഞ്ഞിട്ട് സ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നൊരു ടെക്നിക്ക് കൂടി നോക്കാം. ഇതിനോടൊപ്പം ഇവിടുന്ന് താഴേക്ക് വീഴുന്നതിനോടൊപ്പം തന്നെ കൈ ബാക്കിൽ ഇവിടെ അല്ല ബാക്കിൽ ടച്ച് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ ലെഗിലേക്ക് തന്നെ നിങ്ങൾക്ക് ഈ നമ്മൾ ആദ്യം നിന്ന ഒരു പൊസിഷനിലേക്ക് തന്നെ നമുക്കിതിവിടെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊന്നും കൂടി നോക്കാം. സ്ലോവിലൊന്ന് നോക്കാം. ഇവിടെ നിന്ന് താഴേക്കുണ്ട ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ലെഗ് ആണ്. ഈ ലെഗ് നേരെ ഇതിലേക്ക് പോകുന്നു. ഫോൾഡ് ചെയ്ത കാല് അതിൻ്റെ പുറകിലേക്ക് ഇതിന് ബാക്കിലേക്ക് ഇവിടെ വരുന്നു. കൈ ടച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റേജിൽ അവിടെ ചെയ്തതുപോലെ തന്നെയാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡിങ് നമുക്ക് അതിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബോഡി വെച്ച് ഫ്രണ്ടിലേക്ക് കൊടുക്കുക. അതിനുശേഷം റോൾ ചെയ്യുക. ഇവിടെ വരുന്ന സമയത്ത് ബോഡി ഫോൾഡായിട്ട് തന്നെ റോളെന്ന് പറയുമ്പോൾ ബോഡി ചുരുണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ഓപ്പണായി പോവാതെ ബോഡിയോട് ചേർന്ന് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ റോളിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് നിവർന്ന് പോയി കഴിഞ്ഞാൽ റോളിലേക്ക് എത്തില്ല. അപ്പം നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇവിടുന്ന് റോള് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നത് തന്നെ ബോഡിയെ മാക്സിമം ലെഗിനെ മാക്സിമം ബോഡിയോട് ക്ലോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം അങ്ങോട്ട് പോകാണ്ട്. കണ്ടോ ഈ ഒരു മൂമെൻറ്റിൽ തന്നെ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാൻഡിലേക്ക് കിട്ടും. ഈ ഒരു ടെക്നിക്ക് തന്നെ നമുക്കിപ്പം നിന്ന സ്ഥലത്ത് നിന്ന് ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്ലിപ്പായി പോകുന്നൊരവസ്ഥയിൽ ഒരു ബാലൻസ് ആയിട്ട് സ്ലിപ്പായി പോകുന്നൊരവസ്ഥയിലും നമുക്ക് ജസ്റ്റ് ഈ ഒരു മൂമെൻറ്റിലേക്ക് വരാൻ പറ്റും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് ആ ഒരു പോകുന്ന ആക്ഷനിലൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്കിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഈ ടെക്നിക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം ചെയ്യും തോറും ആ ഒരു എഫേർട്ട് കുറഞ്ഞു വരും. നമ്മൾ ഈ ചെയ്യാനുള്ള ഒരു പലർക്കും ഉള്ളൊരു ഇതാണ്. കാരണം ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലും ഇടിച്ചുകൊള്ളൂ എന്നൊക്കെ. പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, നിങ്ങളുടെ പേടി എന്നുള്ളത് ആദ്യത്തെ ആ ഒരു പ്രാവശ്യം ചെയ്യുന്ന അതുവരെയുള്ള ആ ഒരു പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മൈൻഡ് കിട്ടും, കറക്റ്റായിട്ട് ചെയ്തു പോകും. ഏറ്റവും ആദ്യം ആ ചെയ്യുന്ന ആ ഒരു സമയം വരെയുള്ള ഒരു മടിയേ ഉണ്ടാവുള്ളൂ. ഒരു തവണ ചെയ്തു പോയാൽ ഓക്കെ ആയി പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.